മലപ്പുറത്ത് നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഭൂരിഭാഗം സ്ഥലത്തും ലീഗിനെ കൂട്ടുവേണ്ട, കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാം, കോട്ടയ്ക്കൽ ഡിവിഷനടക്കം കോട്ടയ്ക്കൽ നഗരസഭയിലടക്കം ഒറ്റയ്ക്ക് മത്സരിച്ചു കൊള്ളാം എന്നുള്ള നിലപാടുകളിലേക്കൊക്കെ കോൺഗ്രസ് വരുന്നു. ലീഗിനെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഘടകകക്ഷികളുടെ ഒരു വോട്ടും വേണ്ട എന്ന നിലയ്ക്ക് പലയിടത്തും കോൺഗ്രസ് അത്തരത്തിലൊരു തീരുമാനവും നിലപാടും എടുക്കുന്ന ഘട്ടത്തിലേക്കാണ് മലപ്പുറം ജില്ലയിലെ പല ഭാഗത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ ആ രീതിയിലാണ്. സ്ഥാനാർത്ഥി നിർണയം എപ്പോൾ പൂർത്തിയാകും? മുന്നണി പ്രതീക്ഷകളൊക്കെ ഏത് രീതിയിലാണ്? വിനിഷ മലപ്പുറത്ത് മറ്റ് സ്ഥലങ്ങളിലേതുപോലെയല്ല, മുസ്ലിം ലീഗിന് കുറച്ച് മേൽക്കൈയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ഒഴിവാക്കുകയല്ല, നേരെ തിരിച്ചാണ് മലപ്പുറത്ത് സംഭവിക്കുന്നത്. മുസ്ലിം ലീഗുകാർക്ക് കോൺഗ്രസിനെ പലയിടത്തും ആവശ്യമില്ലാത്ത സാഹചര്യമുണ്ട്. കോട്ടക്കൽ നഗരസഭയിലും ഇതുതന്നെയാണ് സ്ഥിതി. കോട്ടക്കൽ നഗരസഭയിൽ ഈ വാർഡ് വീതം വെപ്പുമൊക്കെയായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും ഉള്ളത്. ജില്ലാ UDFിൻ്റെ തീരുമാനം പോലും മുസ്ലിം ലീഗ് അട്ടിമറിക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെക്കുറിച്ച് പോലും ഇപ്പോൾ കോട്ടക്കലിൽ കോൺഗ്രസ് പാർട്ടി ആലോചിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് 8 സീറ്റുകളിലാണ് കോൺഗ്രസ് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത്. ഇത്തവണ ഈ നഗരസഭയിൽ 3 വാർഡുകൾ കൂടി അധികമായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 1 സീറ്റ് കൂടി കോൺഗ്രസിന് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 9 വാർഡുകളിൽ കോൺഗ്രസ് മത്സരിക്കാനാണ് ധാരണയായിരുന്നത്. ഇത് UDFിൽ തന്നെ, ജില്ലാ UDFിൽ തന്നെ ധാരണയായതാണ്. പക്ഷെ പിന്നീട് ഈ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റിൽ മുസ്ലിം ലീഗിൻ്റെ വിമതൻ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിന് നൽകിയ ഗാന്ധിനഗർ വാർഡിലാണ് മുസ്ലിം ലീഗ് വിമതൻ മത്സരിക്കുന്നത്. മങ്ങാടൻ മരക്കാരാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായ മങ്ങാടൻ അബ്ദുവിനെയാണ് മുസ്ലിം ലീഗ് വിമതനായി ഇറക്കിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിന് വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ വിമതനെ പിൻവലിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മുഴുവൻ വാർഡിലും മത്സരിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. മുന്നണി ബന്ധം നിലനിർത്തേണ്ടത് കോൺഗ്രസിൻ്റെ മാത്രം ആവശ്യമല്ല എന്നുകൂടി മണ്ഡലം പ്രസിഡന്റ് P. സേതുമാധവൻ കഴിഞ്ഞ ദിവസം യോഗത്തിൽ പറയുകയുണ്ടായി. നേരത്തെ മുൻ മന്ത്രിയായിരുന്ന UA ബീരാൻ, അദ്ദേഹം കോട്ടക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് ഉപാധ്യക്ഷനായി കോൺഗ്രസിൻ്റെ വെങ്ങാലിൽ നാരായണ മേനോൻ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് പഞ്ചായത്തായിരുന്നപ്പോഴോ പിന്നീട് നഗരസഭയായി മാറിയപ്പോഴോ കോൺഗ്രസിന് ഒരു പങ്കാളിത്തവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത്രമേലൊരു ആധിപത്യം ഇവിടെ മുസ്ലിം ലീഗിന് ഉണ്ട് താനും. നിലവിൽ 32 വാർഡുകൾ ഉള്ളതിൽ 21 വാർഡിലും മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളാണ് വിജയിച്ചത്. 9 വാർഡിൽ LDFും 2 വാർഡിൽ BJPയുമാണുള്ളത്. കോൺഗ്രസിന് അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഇതാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി കോൺഗ്രസ് ഉണ്ടാവുന്നത്. സാധാരണ നടക്കുന്നത് പലയിടത്തും ഇങ്ങനെ വലിയ മേൽക്കൈയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗ് ചെയ്യുന്നത് മുന്നണി ബന്ധമനുസരിച്ച്, മുന്നണി ധാരണയനുസരിച്ച് കോൺഗ്രസിന് സീറ്റ് നൽകും. അവിടെ കൊണ്ടുപോയി വിമതനെ മത്സരിപ്പിക്കുക, എന്നിട്ട് ആ വിമതൻ ജയിക്കുക. 2 മാസം കഴിഞ്ഞാൽ ആ വിമതനെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ പ്രതിപക്ഷമേ ഇല്ലാത്ത, അതല്ലെങ്കിൽ കോൺഗ്രസ്സിന് പോലും മറ്റ് ഒരു പ്രതിനിധി പോലും ഇല്ലാത്ത സ്ഥലങ്ങൾ മലപ്പുറത്തുണ്ട്. അത് മുസ്ലിം ലീഗിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ആധിപത്യം കൊണ്ടാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ മാത്രമുള്ള സ്ഥലങ്ങളായി പലയിടത്തും മാറുന്നത്. അതുതന്നെയാണ് കോൺഗ്രസ്സിനും വലിയ ഒരു ആശങ്ക. ഇത് സംഘടനാപരമായി വലിയ ദൗർബല്യമായി കോൺഗ്രസ് കണക്കാക്കുന്നു. അവരെ ഒതുക്കുന്നതായി കോൺഗ്രസ് കാണുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കോട്ടക്കലിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതൊക്കെ കോൺഗ്രസ് ആലോചിക്കുന്നത്. വിനിഷ.